അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ന്യൂസിന് ഇന്നലെ ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിത് ഇട്ട് നോക്കി. അപ്പോൾ നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ. ആദ്യം വേറെ ഒരു ചെറുതാണ് കണ്ടത്, ഒരു മെറൂൺ മജന്തൊക്കെ കളർ പോലെ. അത് നല്ല ഇഷ്ടമായി, ഇതേ വർക്ക് തന്നെ. പക്ഷെ അത് ഇറക്കമില്ല. അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ എടുക്കുമ്പോഴും കുറച്ച് ഇറക്കമുള്ളത് എടുത്തെങ്കിലേ ഒരു മാസം കൊണ്ട് ഹൈറ്റ് വെക്കും. അപ്പോൾ അവൾക്ക് അതന്നെ ഇട്ടിട്ട് പോകണം. അപ്പോൾ ഇത് സൺഡേ ആണ് കേട്ടോ അത് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സൺഡേ അംഗനവാടി അവധിയാണല്ലോ, പക്ഷെ അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് പോകണം കേട്ടോ. രാവിലെ 9 മണിക്ക് എത്തിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ അവൾ നല്ലോണം കളിക്കും. അപ്പോൾ ഒരു ടീച്ചർ റിട്ടയർ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയുണ്ട് ഓഡിറ്റോറിയം വെച്ചിട്ട്. അപ്പോൾ അംഗനവാടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനുള്ളതാണ്. അത് വന്ന് ഞാൻ നോക്കി നിൽക്കുക. അപ്പോൾ അവൾ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുള്ളൂ ഞാൻ പോയിരുന്നത്. അപ്പോൾ അവളും ഡാൻസ് ചുറ്റിപ്പറ്റി നോക്കി നിൽക്കുകയാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്യുന്നത്. ഉച്ചക്ക് വിടുകയും ചെയ്യും, 12 മണിക്ക് വിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവളുടെ പ്രാക്ടീസും കൂടി കാണാമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ എന്താ അവളുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് കേട്ടോ. അവളതാ നിൽപ്പുണ്ട്. എന്നെ കണ്ട അവൾ കളിക്കില്ല. ആദ്യമൊക്കെ ഒന്ന് അവിടെ നിന്നു, പിന്നൊക്കെ അങ്ങനെ അവൾ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർമാർ പ്രാക്ടീസ് എടുക്കുന്നുണ്ട് കേട്ടോ. അവൾ 2-3 പ്രോഗ്രാമിനുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പിന്നെ വാടക ഡ്രസ്സാണ്, ഒന്ന് അവളുടെ വൈറ്റ് ഉടുപ്പ് മതി പറഞ്ഞു കഴിഞ്ഞ അംഗനവാടിയിൽ നിന്നുള്ള ഡാൻസിൻ്റെ. അപ്പോൾ ഈ പ്രോഗ്രാം ഇവർ നീട്ടി വെച്ചതാണ്. അപ്പോൾ ഒന്ന് ടീച്ചർ പോകണമെന്ന് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളുടെ അംഗനവാടിയത്തെ പ്രോഗ്രാമൊക്കെ ഏകദേശം തീർന്ന ടൈമായിട്ട് അടുത്ത ബാച്ച് തുടങ്ങേണ്ട സമയമില്ല. അപ്പോൾ അവൾക്ക് പാട്ടും ഡാൻസൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ലോണം പാട്ടൊക്കെ പാടും. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാട്ടൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അവൾ ഏത് പാട്ട് കേട്ടാലൊന്ന് മൂളും കേട്ടോ. പിന്നെ കുട്ടികളുടെ വീഡിയോ അധികം യൂട്യൂബിൽ ഇടാൻ കഴിയില്ല. എന്നുവെച്ചാൽ കമൻറ്റ് ബോക്സ് ഓഫാവും. വലിയ താല്പര്യം കൊടുക്കുന്നില്ല യൂട്യൂബ്. കുട്ടികളുടെ വീഡിയോക്ക് വല്ലാതെ താല്പര്യം കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളുടെ വീഡിയോ ഏറ്റവും കുറക്കുന്നതാണ് നല്ലത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും കളിക്കാനൊക്കെ തുടങ്ങിയിട്ടു. ടീച്ചർ മുഖത്തൊക്കെയല്ല അവൾ നോക്കുന്നത്, ഞാൻ നിൽക്കുന്നതുകൊണ്ട് അവൾ എൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഫോൺ അങ്ങനെ പിടിച്ചിരുന്നു. ചില കുട്ടികളെ അമ്മമാരവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ സൈഡ് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ പുറത്തോട്ട് നിന്നതാണ്. അങ്ങനെ വരുന്നു വീഡിയോ പിടിക്കുന്നു. അപ്പോൾ എല്ലാവരും മുഖം വിടണ്ടാന്ന് വെച്ചിട്ട് എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാവണമെന്നില്ലല്ലോ. പിന്നെ പറഞ്ഞവരൊക്കെ നല്ല അച്ചടക്കത്തിലും വീഡിയോയിലൊക്കെ വളരുന്ന താത്തമാരാണ്. അവർക്ക് വീഡിയോയിലൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് വന്നതാണ്. എനിക്കും ആഗ്രഹമില്ല. അപ്പോൾ കുറേയൊക്കെ മടിച്ചിട്ട് ഞാൻ യൂട്യൂബിലേക്ക് വന്നില്ല. കുറേ
കുറച്ച് പേരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ കുറേ താത്തമാരൊക്കെ യൂട്യൂബിലുണ്ട്. ഞാൻ ആദ്യം താമസിച്ചിരുന്നിടത്ത ഒരു വീട്ടിലെ മോളെ ഒരു മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. പിന്നെ പ്രശ്നമില്ല, നമ്മളതിനനുസരിച്ച് വീഡിയോ ഒക്കെ ഇട്ടാൽ മതി എന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചൂട് വെക്കുന്നത്. പിന്നെ ഇതിനൊക്കെ ഒരു ഏണിങ്സ് കിട്ടണമെങ്കിൽ ഒരു വർഷത്തോളമൊക്കെ ആവും എന്നുള്ളതറിയാം. അപ്പം നോക്കാം. പിന്നെ എന്തായാലും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും നമുക്ക് ഉപദേശങ്ങളും കുറേ ആശ്വാസവാക്കുകളും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അംഗനവാടിക്ക് പോകുമ്പോൾ അവൾക്ക് ഉടുപ്പ് കിട്ടിയ വഴി ഒരൊറ്റ ഓട്ടമായിരുന്നു. അത് ഊരി വെക്കുമെന്ന് വിചാരിച്ചിട്ട്. അതാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അവൾക്ക് ഉടുപ്പ് കിട്ടിയ സന്തോഷം, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുമ്പോൾ അത് സന്തോഷം. അപ്പോൾ മക്കൾക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് കയ്യിൽ വേണമല്ലേ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും. ആ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷമാണ്. അവളൊക്കെ പിടിച്ച് വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അവളുടെ സന്തോഷം കാണേണ്ടത് തന്നെയാണ്. പാവമാണ് എൻ്റെ മോള്. എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഡ്രസ്സുള്ളപ്പോൾ എൻ്റെ മോൾക്ക് വല്ലപ്പോഴും ഒരെണ്ണമാണ് കിട്ടുന്നത്. ഇനി എടുത്തു കൊടുക്കണം, ഒരുപാട് വാങ്ങി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. റനാനൂന് അംഗൻവാടി പോണോ? അപ്പോൾ അവൾ ഡാൻസിനും പാട്ടിനൊക്കെ നല്ല ഇതാണ്. അപ്പോൾ പൈസ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മളതിൽ പങ്കെടുപ്പിക്കാതിരിക്കരുത്. എങ്ങനെയെങ്കിലും അവരുടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരണം. അവൾക്ക് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടം. അപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞില്ല. അപ്പോൾ അവളിലൂടെയെങ്കിലും ഞാനത് കാണട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.